അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. പ്രിയത്തെ സഹോദര സഹോദരിമാരെ, തോക്കെ സക്കാഫി ഈദ് മിലാദ് ദലീലില്ലാത്ത കാണുമ്പോൾ അള്ളാഹുര ഖുർആൻ്റെ ദുർവ്യാഖ്യാനാക്കരുത്. അള്ളാഹുര ഖുർആനിൽ ഇല്ലാത്തങ്ങനത്തെ വിഷയത്തെ ഉണ്ടാക്കുകയിട്ട് പ്രയത്നിക്കരുത്. കഷ്ടപ്പെട്ടിട്ട് വ്യാഖ്യാനിക്കരുത്. നങ്ങ കണ്ടെങ്ങൈത്തിക്കറ. ഒന്നാമത്തെ ഇത് കൊടുന്നതായ ദലീൽ അള്ളാഹുര ഖുർആനിൽ നിന്ന് എന്തെത്തിക്കർ കൊടുന്നത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഈ ആയത്തിനെ വിശദീകരിക്കലേക്ക് മുന്നോളൂ. ഉള്ളാളത്തെ ആൾമാരട്ടിക്ക് പ്രത്യേകമായി ചൊല്ലുള്ളത്, നിങ്ങളെ തോക്ക സക്കാഫി നല്ലോണം മങ്കാക്കോ നോക്കിയാൽ, വഞ്ചനാക്കുക നല്ലോണം പ്രയത്നാക്കിയ ആറുള്ള പൂന്നാറ അങ്ങനെ ചൊല്ലുള്ളത്, നിങ്ങൾ വലിയൊരു വഞ്ചനത്തിലെത്തിക്കർ പോകുന്നത്. ഇനി ഈ ആയത്തുക്ക് പറ, ഈ ആയത്തിൽ ഒരു മുഫസ്സിർ പോലും ഇഹ്തിഫാൽ കൊല്ല ദലീലായിട്ട് കൊടുത്തില്ല. ഈദ് മിലാദ് കൊല്ല ദലീലായിട്ട് ഒരു മുഫസ്സിറും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഒരു മുഫസ്സിറും ഒരു തഫ്സീർ ഗ്രന്ഥത്തിലും കാണുക സാധ്യമല്ല. എല്ലാ ജാഗത്തിലും നമുക്ക് കാണുകൊല്ലത് എന്തിരൈത്തിക്കറ് അവിടെ നോക്കാം. അള്ളാഹുരെ ഫضൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തിരൈത്തിക്കറ്, ഇസ്ലാം ചൊന്തുള്ള വ്യാഖ്യാനമുണ്ട്, ഖുർആൻ ചൊന്തുള്ള വ്യാഖ്യാനമുണ്ട്, ഈമാൻ ചൊന്തുള്ള വ്യാഖ്യാനമുണ്ട്. അങ്ങനെ പല വ്യാഖ്യാനമുണ്ട്. അതേപോലെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചെന്തര്, അഹ്ലുൽ ഖുർആൻ ചൊന്തും, ഖുർആൻ്റെ ആൾമാർ ഇത്തിക്രാർ ചൊന്തും, സുന്നത്ത് ചൊന്തും, ഈമാൻ ചൊന്തും, ഖുർആൻ ചൊന്തും എല്ലാ വ്യാഖ്യാനം കാണാം. ആരെ ഇത്തിക്കർ വ്യാഖ്യാനിച്ചത്? ഇമാം തബരി റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഇമാം ബഗവി റഹിമഹുല്ല. ഇങ്ങനെ തഫ്സീർ ഗ്രന്ഥത്തിൽ ഇത്തിക്രാണ്ട് ആരെ ഉദ്ധരിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇബ്നു അബ്ബാസ് ചൊല്ലുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു മന്ത്, ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോൾ ഇബ്നു ഉമർ ചൊല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മന്ത്. കാരണം അങ്ങനെ ഒരേ വിശ്വാസത്തിലല്ല ഇന്നത്. അതുമാത്രമല്ല അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അതേപോലെ എത്ര സ്വഹാബിമാർ ഇങ്ങെല്ലാം ഉദ്ധരിക്കുന്നതിനെ റസൂൽ ഈ ഒരു ആയത്തിന് ഫضൽ കൊണ്ട് ഉദ്ദേശിച്ച ഖുർആൻ ചൊന്തും, ഇസ്ലാം ചൊന്തും, ഈമാൻ ചൊന്തേത്തിക്കർ ഉദ്ദേശിച്ചത്. ഇനി റഹ്മത്ത് കൊണ്ട് ഉദ്ദേശ അത് അഹ്ലുൽ ഖുർആൻ ചൊന്തും, ഖുർആൻ ചൊന്തും, സുന്നത്ത് ചൊന്തും. പല വ്യാഖ്യാനം നിങ്ങൾക്ക് കാണാം, പല വ്യാഖ്യാനം കാണാം. അപ്പം ഈ വ്യാഖ്യാനിച്ചങ്ങനെ അഭിപ്രായ പ്രകാരം ഈ ആയത്ത് ഈദ് മിലാദ് കൊല്ല ദലീലല്ല. അപ്പോൾ തോക്കിയ സക്കാഫി ചൊന്നത് കളവ് ചൊന്ത് ഒന്നാമത്തെ ഇത് പറയത്ത്. ഇനി റഹ്മത്ത് ചൊന്തി എടുത്തെങ്ക പോലും ആറും ഇഹ്തിഫാൽ കൊല്ല ദലീലേത്ത് കൊടുത്തില്ല. പച്ചയിത്ത് കളവൈത്തിക്കറ് അള്ളാഹുര ഖുർആനിൽ ഈ വ്യക്തി ചൊന്നത്. വലിയ ഹീറോമാരെ പോലെ വിളിച്ചിറാറില്ല. എനിക്ക് എന്തെങ്കിലും ചൊല്ലാത്ത പോയി എന്തെങ്കിലും മാണം മര്യാദ പോയി ചൊന്തു അള്ളാഹുര ഖുർആൻ്റെ മേൽ പച്ചയിത്തുള്ള കളവൈത്തിക്കറ് ഈ തോക്കിയ സക്കാഫി ചൊന്നത്. ഒർക്കും റഹ്മത്ത് ചൊന്ന ഒരാളും ഇതിരെ ഇഹ്തിഫാൽക്ക് ദലീലെടുത്തില്ല. ഇനി അത് മാത്രമല്ല ഫൽ എഫ്രഹു, നിങ്ങൾ സന്തോഷിക്കൊരു ചൊല്ലുമ്പക്ക് എന്തിരൈത്തിക്കർ ചൊന്നത് ഇവിടെ ജണ്ടില്ലേ? റഹ്മത്ത് മാത്രമല്ല, അതിന് മേൽ ഫضലുണ്ടല്ലേ? അപ്പോൾ അള്ളാഹുരെ ഫضൽ ചൊല്ലുമ്പോൾ ഉദ്ദേശിച്ചെന്നൊരു തഫ്സീറിൽ കാണുന്നത് ഒന്നെങ്കിൽ ഇസ്ലാം, അല്ലെങ്കിൽ ഖുർആൻ, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ ഈമാൻ, എന്തും എടുത്തെങ്ങും. അതുകൊണ്ട് തെങ്ങനെ സന്തോഷിക്കരേ? അപ്പോൾ ഖുർആൻ വന്ന നാളിലും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടും ഇസ്ലാം ചൊല്ലുമ്പോൾ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയ നാളിലും അങ്ങനെ പ്രത്യേകമായിട്ടും അതിനും ഒരു ആചരണമൊക്കെ ഉണ്ടാ ഇല്ല സഹോദരന്മാരെ. ഈ ആയത്ത് കൊണ്ടെത്തു ഇങ്ങനെ ഒരു ദലീൽ ആരും എടുത്തതില്ല. എന്നിട്ട് റഹ്മത്ത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് ചൊന്തുള്ള ഒരു സംശയമില്ല. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ആയത്ത് ഓതുറ തോക്കി സക്കാഫി അതിൽ ഓതുറ കാണാം. അപ്പോൾ ഈ ആയത്ത് ഓതിയതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തേ, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ചൊല്ലുമ്പോൾ ഇർസാലല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തായ ഡേ, അപ്പോൾ നുബുവത്ത് ഡേ പുതിയൊരു ഡേ കൊമർന്നാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് ഹിജ്റ പോയപ്പോൾ സ്വഹാബത്തെല്ലാം സന്തോഷിച്ചതില്ലേ? അങ്ങനെ കൊസി പ്രകടനം നിങ്ങൾക്ക് പിടിയില്ലേ? അപ്പോൾ ഹിജ്റ പോയത് കൊണ്ടെത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർ കൊസിയാക്കിയാറ്. അതുകൊണ്ടെത്തു ആ നാളിലും സെലിബ്രേറ്റ് ആക്കണം. അതുകൊണ്ട് മദീന ഡേ അല്ലെങ്കിൽ ഹിജ്റ ഡേ ഇങ്ങനെ ഉണ്ടാ. അപ്പോൾ തോക്കിയ സക്കാഫിക്ക് തോന്നിയ പോലല്ല ദീന്. തോക്കിയ സക്കാഫിക്ക് തോന്നിയത് എന്തും ദീനല്ല. അള്ളാഹു എത്തിക്കൊണ്ട് പഠിപ്പാട്ടോണായത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടോണു. അതിലെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മജ്മഈൻ അങ്ങനെ മനസ്സിലാക്കിയാറാ അതൈത്തിക്കർ ദീന്. അപ്പോൾ ഇമാംമാർ ആറും ലിസ്റ്റ് കണക്കിൽ ഇമാംമാറുണ്ട്. തോക്കിയ സക്കാഫി 500 വർഷത്തെ പിന്നത്തെ അങ്ങനെ ലിസ്റ്റ് എടുത്ത് എത്തിക്കർ ആൾമാരെ വഞ്ചനാക്കിയത്. 500 വർഷത്തെ മുന്നോൾക്ക് പോയിട്ടില്ല, 1-ാം നൂറ്റാണ്ട് പോയിട്ടില്ല, 2-ാമത്തില്ല, 3-ാമത്തില്ല, 4-ാമത്തില്ല, 5-ൽ പിന്നെ എത്തിക്കർ തോക്കി എടുക്കരുത് എന്നിട്ടോ അതും സമയമില്ല. എന്നെയും പോട്ടെ, 1-ാമത്തെ കാലഘട്ടം എന്തെടുക്കാത്ത ഇങ്ങനെ ബെല്ല അംഗീകരിക്കരുതായി നാൻ മദ്ഹബ് ആലോചിച്ചതായി ഇമാം ഷാഫി റഹിമഹുല്ല എന്തെടുക്കാത്ത? അപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ഈദ് മിലാദ് ആക്കിയിട്ടില്ല. ഇല്ല. ഇമാം
അബു ഹനീഫ റഹിമുള്ള ആക്കിയിട്ടില്ല, ഇമാം മാലിക് ആക്കിയിട്ടില്ല, ഇമാം ഷാഫി ആക്കിയിട്ടില്ല, അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ റഹിമുള്ള ആക്കിയതില്ല. ഇങ്ങനെ ആർദ്യം എടുത്തിട്ടില്ല ദലീൽ തോക്കിയെ, കാരണം എന്തിനാ അങ്ങ് ആക്കിയിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ആറും ഈ ആയത്തിനെ ഈദ് മിലാദ് അല്ലെങ്കിൽ ഇഹ്തിഫാൽ കൊല്ല് ദലീലായിട്ട് സ്വീകരിച്ചിട്ടില്ല. പിന്നെ തോക്കി എന്ത് കൈത്തിക്കർ ഇങ്ങനെ ചൊന്നത് പച്ചക്കളവ് എത്തിക്കർ പിടിച്ചു നിൽക്കോ വേണ്ടിയിട്ടും ഈ ആൾമാരൊട്ട് എന്ത് കളവ് ചൊന്നെങ്കിൽ നമ്പുവാറ് ചൊന്തുള്ള വിശ്വാസമുണ്ടോ. അതുകൊണ്ട് ഉള്ളാളത്തങ്ങളുടെ ചൊലവുള്ളത് ഇനിയും ഈ തോക്കേരെ കളവ് കേട്ട് നിങ്ങൾ നമ്പർ എന്തായെങ്കിൽ നിങ്ങളെ മേലെ നിങ്ങൾ വഞ്ചനാക്കി ഉള്ളാർ ചൊന്തുള്ള വിഷയം മറക്കണ്ട. ആയത്തിൽ ചൊന്നതായ ഫല്യഫ്റഹു ചൊന്തുള്ള വിഷയത്തിൽ ഒന്നുകൂടി ചിന്തിക്കൂ. സന്തോഷിക്കൊണ്ട് ചെന്നെങ്കിൽ എങ്ങനെ സഹോദരന്മാരെ? അതുകൊണ്ട് ഉദ്ദേശിച്ച ഇഹ്തിഫാൽ അല്ല, ഈദ് മിലാദ് അല്ല. ഈദ് മിലാദ് ചൊന്തുള്ള പദപ്രയോഗമേ ഇല്ല ഹദീസ് ഗ്രന്ഥത്തിലും തഫ്സീറിലും. പിന്നെ എന്താ ഇത്തിക്കർ മനസ്സിലാക്കൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ച റസൂൽ ചെന്ന് സ്വീകരിച്ച് എന്താ ആ അഭിപ്രായം സ്വീകരിച്ചെങ്കിൽ എന്ത് ഉദ്ദേശിക്കറേ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതായ വിഷയത്തെ ജീവനത്തിൽ പ്രാവർത്തികമാക്കരുത്. ബിദഅത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. ബിദഅത്ത് ആക്കറല്ല, ബിദഅത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ സ്വന്തം ജീവനത്തിൽ പ്രാവർത്തികമാക്കരുത്. അതിന് മുഖാന്തരല്ലേ സന്തോഷമില്ലേ? അതിന് മുഖാന്തരല്ലേ കൊസിയില്ലേ? അതല്ലാത്ത ബിദഅത്ത് കൊടുത്താ കൊസിയില്ലേ? അല്ലല്ലേ സഹോദരന്മാരെ, അത് മനസ്സിലാക്കണ ഒരു വിഷയത്തിക്കർ. നോക്കൊരു സഹോദരന്മാരെ, ഈദ് മീലാദ് ഈ ഖുർആൻ്റെ ആയത്ത് എടുക്കലേക്കുമ്പോന്നോളൂ ഇങ്ങനെ ചൊന്ന് വിഷയ ചൊമ്മ മനസ്സിലാക്കണ്ടേ? ഇങ്ങനത്തിലൊരു സക്കാഫി, ഒരു ഉസ്താദ്, ഒരു ഹുദവി ചൊല്ലി കാണാൻ നോക്കൂ എന്താ ഇത്തിക്കർ ചൊന്നത്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും സ്വഹാബിമാരുടെ കാലഘട്ടത്തിലും ഒന്നും ഇല്ലാത്ത വിഷയം ചൊന്ത ഇത്തിക്കർ ചൊല്ലേ. അതേപോലെ ഇമാം സഖാവി എഴുതിയതല്ലേ, ലം യഫ്അലുഹു അഹദും മിനസ് സലഫ് ഫിൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് സ്വഹാബിമാർക്കും പിടിയില്ല, താബിഈമാർക്കും പിടിയില്ല, അത്ബാ താബിഈമാർക്കും 300 വർഷത്തിൽ ഒരാൾക്കും പിടിയില്ല. റസൂൽക്കും സ്വഹാബിമാർക്കും ഒരാൾക്കും പിടിയില്ലാത്ത ഒന്ന് ഇത്തിക്കർ ഈദ് മിലാദ്. ഇത് പിന്നെ ഇത്തിക്കർ വന്നത് എന്ത് 300 വർഷത്തിൽ പിന്നെ വന്നത് എന്ത്? അത് പച്ചയിത്ത് ചൊന്നുകൊണ്ട് ഇങ്ങനെ ഉസ്താദ്മാരും ചൊന്നുകൊണ്ട് എന്നിട്ടും പിന്നെ തോക്കിയ സക്കാഫി ഖുർആൻ്റെ ആയത്തെടുത്ത് എന്ത് കൈതിക്ക് ദുർവ്യാഖ്യാനാക്കിയേ ആൾമാരെ വഞ്ചനാക്കിയല്ലോ സഹോദരന്മാരെ. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി സഹോദരന്മാരെ നോക്കൂ, ആരെയും ഓർത്ത് കേൾക്കറ നിസ്കാരത്തുകൊള്ള ദലീൽ എന്തിനാ? അപ്പം നിങ്ങൾ ചൊല്ല അഖീമിസ്സലാ ഖുർആൻ്റെ ആയത്തുണ്ട്, ഹദീസുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തു കാട്ടുക, ഇതാ ഇന്ന ആയത്ത്, ഇന്ന ഹദീസ്, ലഹർ നിസ്കാര, അസർ നിസ്കാരത്തെ വിഷയത്തിൽ, ഫജ്ർ നിസ്കാര, എത്ര റക്കാത്ത് ചൊന്തുള്ള എല്ലാം ഹദീസിലും കാണാം. റുക്കുവ, സുജൂദ എല്ലാ വിഷയം ഉലമാക്കന്മാർ കിതാബുകൾ പോലെ എഴുതി വെച്ചാറ്. ഫിഖ്ഹ് ഗ്രന്ഥത്തിലെല്ലാം കാണാം നിസ്കാരത്തെ വിഷയം. അതേപോലെ ഈദിന്റെ വിഷയം കേട്ട് എന്തായെങ്കിൽ, ഈദുൽ ഫിത്തറിന്റെ വിഷയത്തിൽ കേട്ട് എന്തായെങ്കിൽ ഹദീസ് ധാരാളം ഇത്തം കൊടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇത്തിക്കർ സുന്നത്തെ ഇത് പടപ്പാട്ടിയത്? ഫസ്റ്റ് ഖുത്ബാക്കിരമ, പിന്നെ ഖുത്ബാക്കിരമ, എത്ര റക്കാത്ത് നിസ്കരിച്ചത്, എത്ര റക്കാത്തിൽ എത്ര തക്ബീറുണ്ട് ചൊന്തുല ചർച്ചും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈദ്ക്ക് തിന്നിട്ട് പോയൊരു ചൊന്തും ഒന്നുക്ക് തിന്നാത്ത പോയൊരു ചൊന്തുല വിഷയം, എത്ര തിന്നത്, എങ്ങനെ തിന്നത് ചൊന്തുല വിഷയം, ബസസംഖ്യയിൽ തിന്നത്, അതുപോലും സ്വഹാബിമാർ വ്യക്തമാക്കി തന്നാർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് കാക്കിയങ്ങനത്തെ സുന്നത്ത് ഓരോന്നും ഞങ്ങൾക്ക് പിടിയുണ്ടു. 2 പെരുന്നാൾ കാക്കിയ സുന്നത്തും ഞങ്ങൾക്ക് പിടിയുണ്ടു. അപ്പം ഇതെല്ലാം പിടിയുന്നതായ ഞങ്ങൾക്ക് ഒരു കാരണത്തിലും ഒരു ഫിഖ്ഹ് ഗ്രന്ഥത്തിൽ പോലും പിടിയില്ലാത്തൊരു സുന്നത്തെ ഇതിക്കർ, പിടിയില്ലാത്തൊരു വിഷയത്തിക്കർ ഈദ് മിലാദ് ചൊന്തുള്ള പദപ്രയോഗം അതൊരു വിഷയത്തിലുള്ള സുന്നത്തും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണ ഒരു വിഷയത്തിക്കർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കിട്ടിയതായ 2 ഈദും സുന്നത്ത് ധാരാളമുണ്ട്. അങ്ങനെ എന്തായെങ്കിൽ ഈദ് മിലാദുള്ള സുന്നത്ത് എന്ത് പിടിയില്ല, എന്തൊരാക്കോണ് പിടിയില്ല. ഞാൻ നിങ്ങൾക്ക് കണ്ടതല്ലേ, കുത്ത കണ്ടായിട്ട് നോക്കിയോളാറ് എന്തൊരാക്കോണ് ചൊന്ത് പിടുത്ത് കിട്ടിയില്ല ആൾമാർക്ക്. അഞ്ഞ പോണ നിസ്കരിക്കണ അല്ല ദിക്റാക്കണ എന്ത് ആക്കോണ് പിടുത്തില്ല. കാരണം എന്തിനാ? സുന്നത്തെ ഇല്ലല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടണ്ടേ? ഇനി ആകെ കഷ്ടപ്പെട്ടിട്ട് തോക്കിയ സക്കാഫി തിങ്കളാശത്തെ നോമ്പര ദലീലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൊണ്ടാടകുള്ള ദലീലെത്തിക്കർ ചൊന്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരാക്കിര് അത് സെക്കൻഡറി വള ഫിഅലിയായ സുന്നത്തിലെ സെക്കൻഡറി ആയിട്ട് സൈഡിൽ വെച്ചത് അതിൽ വിഷയം എടുത്തിട്ടില്ല തോക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി കാട്ടിയതല്ലേ നോമ്പടിച്ചത്. അപ്പോൾ നോമ്പടിക്കണ്ടേ നിങ്ങൾ? അപ്പോൾ എത്ര നാൾ നോമ്പടിക്കണം? എല്ലാ തിങ്കളാഴ്ച നോമ്പടിക്കണം. റബീഉൽ അവൽ മാത്രമല്ല, റബീഉൽ ആഖിറിൽ പഠിക്കണം, ഷാബാനിൽ പഠിക്കണം, റജബിൽ പഠിക്കണം, റമളാനിൽ പഠിക്കണം, മുഹറമിൽ പഠിക്കണം, എല്ലാ തിങ്കളിലും പഠിക്കണം. എല്ലാ തിങ്കളും ടോട്ടൽ 12 തിങ്കൾ നോക്കി എന്തായെങ്കിൽ ഏകദേശം 48 തിങ്കളാഴ്ച വരും. അപ്പോൾ 48 തിങ്കളാഴ്ച നോമ്പടിക്കണം. അതെല്ലാം ഇഹ്തിഫാലാക്കറല്ല, അതിൻ്റെ ഉദ്ദേശത്തിൽ ഈദ് മിലാദാക്കണം തല്ല സഹോദരന്മാരെ. അപ്പോൾ തോക്കിയ സക്കാഫി ആൾമാരെ വഞ്ചനാക്കരുത്, ലിമിറ്റില്ലാത്ത എത്തിക്കണം കണ്ടത്. അതുകൊണ്ട് റസൂൽ നിന്ന് ഓരോരുത്തരു സുന്നത്തും ഈദ് മിലാദ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പച്ച കളവ് ചൊന്ത എത്തിക്കർ ഉള്ളാളത്തെ വഞ്ചനാക്കി ഉള്ളാളത്തെ ബുദ്ധി ആൾമാർക്ക് ചൊല്ലത്. ഇനിയെങ്കിലും അക്കൽ യൂസാക്കറും
അള്ളാഹുര ഖുർആാനും ഹദീസും നിങ്ങൾ മനസ്സിലാക്കണമായിട്ട് സ്വഹാബിമാരെ ആ ഒരു മനസ്സിലാക്കറോട് കൂടി ഫഹമോട് കൂടി എത്തിക്കറ് അത് ബുട്ടെന്തായെങ്കിൽ ദീനിൽ നിന്ന് തപ്പിപ്പോവാ ഇങ്ങനത്തെ വഞ്ചക്കന്മാരും അള്ളാഹുര ഖുർആാൻ്റെ ദുർവ്യാഖ്യാനാക്കറങ്ങനത്തെ ഇങ്ങനത്തെ ആൾമാരെ വിഷയത്തിൽ ബന്ധെന്തായെങ്കിൽ ആഖിറ നഷ്ടപ്പെട്ടു പോയിച്ചു തെരബിಸಿ അറിയണു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുര ദീനിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.